Hi friends, welcome back to my channel. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി നാടൻ റെസിപ്പിയായിട്ടാണ്. കോവക്ക തോരൻ റെഡിയാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കോവക്ക കഴിക്കാത്തവരാണെങ്കിൽ പോലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ കോവക്ക തോരൻ റെഡിയാക്കാനായിട്ട് കുറച്ച് കോവക്ക എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കോവക്കയാണ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കഴുകി കട്ട് ചെയ്തെടുക്കണം. ഞാനിതിവിടെ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് റൗണ്ടിലും കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തോരൻ റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ റെസിപ്പീസൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റേതായ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. അത് നന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 1/2 മുറി സവാള കട്ട് ചെയ്തതും പിന്നെ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകോ കാന്താരിയോ എന്തോ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ കാന്താരി ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവക്ക ചേർത്ത് കൊടുക്കാം. കോവക്ക മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമുക്കിത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കിയിട്ട് ആക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പിടി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പിടിയോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് കൂടി ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്ത് സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക.